തമിഴ്നാടിന് ഒരു പുത്തൻ തുടക്കം എന്നാണ് 2 വർഷം മുമ്പ് തന്റെ സ്വന്തം പാർട്ടി തമിഴക വെട്രി കഴകം പ്രഖ്യാപിക്കുമ്പോൾ വിജയ് പറഞ്ഞത്. എന്നാൽ രാഷ്ട്രീയത്തിൽ യാതൊരു പരിചയവുമില്ലാത്ത വെറുമൊരു നടൻ മാത്രമായ വിജയെ കൊണ്ട് ഒന്നും സാധിക്കില്ലെന്ന് അന്ന് എതിരാളികൾ പരിഹസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. തമിഴ്നാടിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ദ്രാവിഡ പാർട്ടികളുടെ കൂട്ടില്ലാതെ വിജയ് അധികാരത്തിലേറിയിട്ട് 2 മാസം ആവുന്നതേയുള്ളൂ. സൗജന്യ വൈദ്യുതിയും മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളും സ്ത്രീകൾക്കായുള്ള പ്രത്യേക സേനയും അടക്കം നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ച് കയ്യടി നേടാനാണ് വിജയുടെ ശ്രമം. ക്രിമിനലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പോലീസ് മേധാവികൾക്കും ജില്ലാ കളക്ടർമാർക്കും മുഖ്യമന്ത്രി വിജയ് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. രാഷ്ട്രീയ ഇടപെടലുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അധികാരത്തിലേറെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വൈദ്യുതി സൗജന്യമാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. 200 യൂണിറ്റ് വരെ വൈദ്യുതിയാണ് സൗജന്യമാക്കിയത്. തമിഴ്നാട്ടിലെ 2.4 കോടി കണക്ഷനുകൾക്ക് ഇത് ഉപകാരപ്പെടും. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി സിംഗപ്പൺ എന്ന പേരിൽ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചു. കൂടാതെ മയക്കുമരുന്ന് മാഫിയയെ അടിച്ചമർത്താൻ ആന്റി ഡ്രഗ് ടാസ്ക് ഫോഴ്സും നിലവിൽ വന്നിട്ടുണ്ട്. അധികാരമേറ്റ് 48 മണിക്കൂറിനുള്ളിൽ വിദ്യാലയങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും 500 മീറ്റർ പരിധിയിലുള്ള 700-ൽ കൂടുതൽ ടാസ്മാക് മദ്യവിൽപ്പന ശാലകൾ പൂട്ടാനും ഉത്തരവിട്ടതും കയ്യടി നേടിയിരുന്നു. ഇന്നലെ വിജയ് പ്രഖ്യാപിച്ച തമിഴ്നാട്ടിലെ പൊതുഗതാഗത സംവിധാനത്തിലെ എല്ലാ ബസ്സുകളും എയർ കണ്ടീഷൻഡ് ആക്കുമെന്നാണ്. സർവീസിനായി പുതിയ 300 ബസ് കഴിഞ്ഞയാഴ്ച വിജയ് ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. വിജയ് അതിലൊരെണ്ണത്തിൽ കയറി യാത്രയും ചെയ്തിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് അംഗീകരിച്ചിരുന്ന ക്ഷേത്ര ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള വാണിജ്യ പദ്ധതികൾ റദ്ദാക്കി. ക്ഷേത്രങ്ങളിലെ പണം ഭക്തർക്കും ക്ഷേത്രാവശ്യങ്ങൾക്കുമായി മാത്രമേ ഉപയോഗിക്കാവൂ എന്നും നിർദ്ദേശം നൽകി. സെക്രട്ടേറിയറ്റിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അദ്ദേഹം തന്റെ ഓഫീസിൽ മുഖ്യമന്ത്രി ജോലി ചെയ്യുന്നതും വാർത്തയായിരുന്നു. ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അദ്ദേഹം രാഷ്ട്രീയ ചർച്ചകൾക്കായി സമയം കളയാതെ ഓഫീസിൽ വെച്ച് തന്നെ ഭക്ഷണം കഴിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ കൃത്യനിഷ്ഠയും അച്ചടക്കവും നിർബന്ധമാക്കിയതും ശ്രദ്ധ നേടിയിരുന്നു. ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനായ മുഖ്യമന്ത്രിക്ക് പകരം ഒരു CEO ശൈലിയാണ് വിജയ് പിന്തുടരുന്നത് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. വിജയ് തന്റെ വേഷവിധാനത്തിലടക്കം മാറ്റം വരുത്തിയിരുന്നു. തമിഴ് രാഷ്ട്രീയക്കാർക്കിടയിൽ പതിവായ വെളുത്ത മുണ്ടിന് പകരം കറുത്ത സ്യൂട്ടും വെള്ള ഷർട്ടുമാണ് വിജയ് ധരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് പൂർണ്ണ ഗർഭിണിയായ യുവതിക്ക് വേദിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് നിയമന ഉത്തരവ് അദ്ദേഹം നൽകിയത്. തമിഴ്നാട് സർക്കാർ വിവിധ തസ്തികകളിലേക്ക് 401 പേരെ നിയമിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ നടപടി. അക്ഷയലക്ഷ്മി എന്ന സ്ത്രീക്കാണ് വിജയ് സദസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് നിയമന ഉത്തരവ് നൽകിയത്. വേദിയിലെത്തി ഉത്തരവ് കൈപ്പറ്റുന്നതിനായി അക്ഷയലക്ഷ്മിയുടെ പേര് വിളിച്ചപ്പോഴാണ് അവർ ഗർഭിണിയാണെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ അവരെ വേദിയിലേക്ക് വിളിക്കേണ്ടെന്നും താൻ അവരുടെ അടുത്തേക്ക് പോയിക്കൊള്ളാമെന്നും വിജയ് തീരുമാനിക്കുകയായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം വേദിയിൽ നിന്ന് ഇറങ്ങി അക്ഷയലക്ഷ്മിയുടെ അടുത്തെത്തി നിയമന ഉത്തരവ് കൈമാറി. അക്ഷയലക്ഷ്മി അദ്ദേഹത്തോട് നന്ദി പറയുന്നതും അദ്ദേഹം അവരോട് സന്തോഷത്തോടെ വിവരങ്ങൾ ചോദിച്ചറിയുന്നതുമായ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി മാറുകയും ചെയ്തു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചേരുന്ന നടപടിയാണ് വിജയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. തമിഴ് ജനതയുടെ പൾസ് അറിയാവുന്ന ഒരാൾ തന്നെയാണ് വിജയ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ നീക്കങ്ങളും അദ്ദേഹം കൃത്യമായി നടത്തുന്നതും അതിലെല്ലാം കയ്യടി നേടുന്നതും.